എല്ലാം ഓക്കെ അല്ലേ അണ്ണാ? എല്ലാം ഡബിൾ ഓക്കെയാണ്. എന്താണെങ്കിലും ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് നമ്മുടെ സംഘികൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചേക്കണം. ഈ സംഘികളുടെ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ എമ്പുരാൻ മൂവി 250 crores ഇത്രയും പെട്ടെന്ന് എത്തിയത്. സംഘികൾ തിരിഞ്ഞും മറിഞ്ഞും തൂറി മെഴുകി നാറ്റിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മുടെ എമ്പുരാൻ ഇത്രയും നല്ലൊരു ഹൈപ്പിലോട്ട് എത്താൻ പറ്റിയത്. ഒരു സാധാരണ സിനിമ, ടെക്നിക്കലി വെരി ഹൈ ആയിട്ടുള്ളൊരു സിനിമ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സ്ക്രിപ്റ്റിൽ അത്ര ഒരു വലിയൊരു പുതുമൊന്നുമില്ലാത്ത ഈ ഒരു സിനിമ തുടക്കത്തിൽ അങ്ങ് കൊണ്ട് കത്തിച്ചു, ഗുജറാത്തിനെ കത്തിച്ചു കൊടുത്തു. സംഘികളെ മൊത്തം മൂട്ടിൽ വാലിന് തീയിട്ട് ഈ സിനിമ ഇത്രയും വലിയൊരു വിജയമാക്കി തന്ന സംഘികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ 1 മിനിറ്റ് പ്രാർത്ഥന നമ്മൾ സമർപ്പിക്കുകയാണ്. എന്താണെങ്കിലും ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റ് എന്നാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങിയത് അല്ലേ. ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റ് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ നിഷ്പക്ഷൻ സാമൂഹ്യ നിരീക്ഷക നിഷ്പക്ഷ സംഘിവാദി നമ്മുടെ ശ്രീജിത്ത് പണിക്കരും ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഒരു പ്രധാന അതിഥിയായിട്ട് വരുന്നുണ്ട്. പുള്ളിയുടെ സംസാരം നമ്മൾ ഈ വീഡിയോയിൽ കേൾക്കേണ്ടി വരും. അപ്പം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോ തുടങ്ങാം അല്ലേ. കണ്ടിട്ട് വാ. എല്ലാം ഓക്കെ അല്ലേ അണ്ണാ? പിന്നല്ലാണ്ട് ഡബിൾ ഓക്കെ, എന്നും എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ സ്നേഹപൂർവ്വം. ഈ 3 പോസ്റ്റുകളായിരുന്നു നമ്മുടെ ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റ്. രാവിലത്തെ ന്യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ആന്റണി പെരുമ്പാവൂരിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസും വന്നിട്ടുണ്ട്. ഈ നോട്ടീസിനുള്ള ഒരു മറുപടിയാണോ ഈ 3 പോസ്റ്റുകൾ എന്ന് ചിന്തിച്ചു പോയി. എന്താണെങ്കിലും ഈ പോസ്റ്റുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചം. ആദ്യത്തെ പോസ്റ്റ് തന്നെ നമ്മുടെ പൃഥ്വിരാജിനോടായിരുന്നു. അതായത് പൃഥ്വിരാജിനോട് പറഞ്ഞത് എല്ലാം ഓക്കെ അല്ല അണ്ണാന്ന്. എല്ലാം ഓക്കെയാണ്, ഒരു പ്രശ്നമില്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഓക്കെ അല്ലാത്തതും ഇവിടെ പ്രശ്നമുള്ളതും നമ്മുടെ നാട്ടിലെ കുറച്ച് സംഘികൾക്ക് മാത്രമാണ്. എന്താണെങ്കിലും സംഘികളുടെ അകമഴിഞ്ഞ സഹായം കൊണ്ട് ചിത്രം നമ്മുടെ എമ്പുരാൻ 250 crores, അതായത് മഞ്ഞുമൽ ബോയ്സിന്റെ ടോട്ടലിനെ വരെ ക്രോസ് ചെയ്ത് 11 days 12 days ക്രോസ് ചെയ്തു എന്നുള്ള ന്യൂസും ഇന്ന് വന്നു. മോഹൻലാൽ അടക്കം, പൃഥ്വിരാജ് അടക്കം, ആന്റണി പെരുമ്പാവൂർ അടക്കം, മുരളി ഗോപി അടക്കം ആ ന്യൂസ് പുറത്തോട്ട് വിടുകയും ചെയ്തു. ഇതോടുകൂടി എല്ലാം ഡബിൾ ഓക്കെയുമായി. ഇനി കൂട്ടത്തിൽ വിടാതെ കൂടിയിരിക്കുന്നത് നമ്മുടെ ഗോകുലൻ ഗോപാലന്റെ പിന്നാലെ തന്നെയാണ്. ഇന്നലെ ചെന്നൈയിൽ, കോഴിക്കോട് ചോദ്യം ചെയ്തു. ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. എങ്ങനെ പോയാലും പുള്ളിക്ക് ഒരടി നമ്മുടെ ഗ്രൂപ്പ്, നമ്മുടെ തൊട്ടി ഗ്രൂപ്പ് കൊടുക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അതായത് നമ്മൾ ഈ പണ്ടൊക്കെ പറയുന്നു പുലി വരുന്നേന്നും പറഞ്ഞിട്ട് ഈ പുലി എന്നുള്ളത് ED മാത്രമായി, അല്ലെങ്കിൽ ED NIA മാത്രമാണ് ഇപ്പം പുലി നമ്മുടെ നാട്ടിൽ. അതായത് കേന്ദ്ര സർക്കാർ ഇങ്ങനെ കഴുത്തിൽ പിടിച്ചിട്ട് അവർക്ക് വേണ്ടാത്ത ആൾക്കാരുടെ മേലോട്ട് ഇതോ പുലി വരുന്നതെന്നും പറഞ്ഞിട്ട് കൊടുക്കുന്ന വെറും കേന്ദ്ര സർക്കാരിന് തൊടല് പിടിച്ചിട്ട് കടുപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം കുരയ്ക്കുന്ന നായകളായി മാത്രം മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഈ കേന്ദ്ര ഏജൻസീസിനെല്ലാത്തിനും. അത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. എമ്പുരാൻ ഫിലിം ഇറങ്ങി അന്ന് തന്നെ നമ്മുടെ നാട്ടിലെ സകലമാന സംഘികളും അത് പറയുണ്ടായിട്ടുണ്ട്. അതായത് എമ്പുരാൻ സിനിമ ഇറങ്ങി, ഇനി കണ്ടോ, ഞങ്ങൾ ED വിടും, ഞങ്ങൾ NIA വിടും, നിന്നെ തുരത്തും പിടിക്കും. ഇല്ല, വിത്തിൻ 1 week എന്തോ EDക്ക് കേരളത്തിനോട് ഇപ്പോൾ വല്ലാത്തൊരു താല്പര്യമാണ്. അപ്പോൾ ഇവിടുന്ന് പോകുന്നില്ല എന്നൊക്കെ. ഫുൾ ടൈം നമ്മുടെ ഇവിടെ തന്നെയാണ്. ആദ്യം തന്നെ ഗോകുലൻ ഗോപാലിൻ്റെ വീട്ടിലോട്ട്, 2ാമത് മോഹൻലാലിന് നോട്ടീസ്, 3ാമത് ആന്റണി പെരുമ്പാവൂർ നോട്ടീസ്, 4ാമത് നമ്മുടെ പൃഥ്വിരാജിന് നോട്ടീസ്. ഇങ്ങനെ നോട്ടീസ് കൊടുത്ത് ED എന്ന് പറയുമ്പോൾ വെറും കോമഡി പീസ് ആവുന്ന അവസ്ഥയിലോട്ടാണ് ഇപ്പം നാട്ടിലെ കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ ഫിലിമാണ്, വലിയ ബിസിനസ്സുകളാണ്. ചില എന്താ പറയുക, ലൂപ്പ് ഹോൾസൊക്കെ എവിടെയും ഉണ്ടാവും EDക്ക് പിടിക്കാനുള്ളത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ED വരുന്നതും അത് അറിഞ്ഞ് ഇവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സംഘികളുടെ ഒരു ലക്ഷ്യം. അത് നമ്മൾ കറക്റ്റായിട്ട് കാണുന്നുണ്ടല്ലോ. ഇനിയും ഇത് മനസ്സിലാവാത്തതുകൊണ്ടോ, ഇത് മനസ്സിലായിട്ടും ഒരു നിഷ്പക്ഷനായി നടക്കുന്നതുകൊണ്ടാണോ അറിയില്ല, ചില നിഷ്പക്ഷ പണിക്കാർ ഇങ്ങനെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. കേട്ടിട്ട് വരാം. ഇതെങ്ങനെ രണ്ടും കൂടെ ശരിയാവുന്നത് എങ്ങനെയാ? ഗോകുലം ഗോപാലൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ചിറ്റ് ഫണ്ട്സ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ സിനിമയുടെ സാഹചര്യത്തിൽ അന്വേഷിക്കരുത്. ഈ സിനിമയുടെ സെൻസർ ബോർഡ് എന്ന് പറയുന്നത് ED ആണോ? അല്ലെങ്കിൽ തന്നെ ഈ സിനിമ റീസെൻസർ ചെയ്യാനായിട്ട് അവരാരെങ്കിലും ആവശ്യപ്പെട്ടോ? വോളണ്ടറി ആയിട്ടല്ലേ? താങ്കൾ ആ എഡിറ്റ്സിന്റെ കടലാസ് കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വോളണ്ടറി ആയിട്ട് സിനിമക്കാർ തീർച്ചയായിട്ടും എഡിറ്റ്സിന്റെ കടലാസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. റീസെൻസർ ചെയ്തത് ഈ പറഞ്ഞ ആൾക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ബോർഡ് പറഞ്ഞിട്ടല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്നലെ ഈ വായിക്ക് മറ്റേ ഇത് പോയുണ്ടല്ലോ, വായിക്കോടാതി പോലെ നമ്മുടെ സുരേഷ് ഏട്ടൻ മറ്റേ പാർലമെന്റിൽ ഒരു വമ്പൻ തീപ്പൊരി പ്രസംഗം നടത്തിയിൽ പറയുണ്ടായി. എന്താ, റീസെൻസർ ചെയ്യാൻ പറഞ്ഞതൊന്നും ആരുമല്ല, ഒഴിവാക്കാൻ പറഞ്ഞ ഞങ്ങൾ ആരുമല്ല, അത് അവർ സ്വയം ഒഴിവാക്കിയ. അടുത്ത സെന്റൻസ് ഇതായിരുന്നു,
ഞാൻ വിളിച്ചു പറഞ്ഞു എൻ്റെ പേര് കട്ട് ചെയ്യണമെന്ന്. ഒരു കേന്ദ്രമന്ത്രി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റൂ അല്ലേ? അപ്പോൾ റീസെൻസർ ചെയ്യാൻ ബോർഡ് പറഞ്ഞിട്ടില്ല, ആൾക്കാർ വിളിച്ച് പറഞ്ഞു കാണും. സുരേഷ് ഗോപി വിളിച്ച് പറഞ്ഞു കാണും എൻ്റെ പേര് കട്ട് ചെയ്യണമെന്ന്. പിന്നെ അമിത്ഷാ വിളിച്ച് പറഞ്ഞു കാണും ഈഡിൻ്റെ പേര് കട്ട് ചെയ്യണമെന്ന് അല്ലേ? പിന്നെ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ RSSൻ്റെ തലമൂത്ത ഏത് നേതാവാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോ. ആ നേതാവ് വിളിച്ച് പറഞ്ഞു കാണും ചിലപ്പം എവിടെയൊക്കെ ബജ്രംഗിൻ്റെ പേരുണ്ടോ അതെല്ലാം വെട്ടിക്കളയണം. അതല്ലെങ്കിൽ ഹിന്ദുത്വം അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ കാണിക്കുന്ന എന്തെങ്കിലും സയൻസും സിംറ്റവും തൃശ്ശൂലുണ്ടല്ലോ, മറ്റേ ഗർഭിണിനെ കുത്തിക്കൊന്ന ആ തൃശ്ശൂലൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തു മാറ്റണം എന്ന് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റേണ്ടി വരും അല്ലേ? ഇന്ത്യ ഭരിക്കുന്ന കാട്ടാളന്മാരല്ലേ, അവർ വിളിച്ച് പറഞ്ഞാൽ എതിർത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ തന്നെ അവർ ഇത് നീ പറഞ്ഞ പോലെ എന്താ പറയുക ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലോ, പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇറക്കിയതല്ലടോ. ഇപ്പം അങ്ങനെ ഒരു തീരുമാനത്തുന്നതിനേക്കാൾ നല്ല നമ്മൾ തന്നെ കട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് കാണൂടോ, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കേൾക്കട്ടെ, ഏതായാലും ഇജ്ജ് ചാണം തിന്നുകൊണ്ട് ഇങ്ങനെ മനസ്സിലായി, ഞങ്ങൾ ചോറ് തിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേറെ കുറേ കാര്യങ്ങളും മനസ്സിലായി. പറ. കടലാസ് കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വോളണ്ടറി ആയിട്ട് സിനിമക്കാർ തന്നെയാണ് ഈ എഡിറ്റ്സ് പ്രപ്പോസ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതുമായി ബന്ധപ്പെട്ടതിൻ്റെ സംവിധായകനടക്കം ഇന്നേ വരെ സംസാരിച്ചിട്ട് പോലുമില്ല. അദ്ദേഹത്തിൻ്റെ സിനിമയാണ്, അദ്ദേഹമാണ് വിശദീകരണം നൽകേണ്ടത്, എന്നിട്ട് പോലും സംസാരിച്ചിട്ടില്ല. എന്നിട്ട് എന്താണ് വോളണ്ടറി എഡിറ്റ്? സെൻസർ ബോർഡ് തിരിച്ചു വിളിക്കുകയോ സെൻസർ ബോർഡ് ഇന്ന സാധനങ്ങൾ പ്രശ്നമാണ് എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. പകരം എന്ത് ചെയ്തു? ഈ സിനിമക്കാർ ചേർന്നിട്ട് ഈ 24 ഭാഗങ്ങൾ പ്രശ്നമാണെന്ന് അവർ സ്വയം കണ്ടെത്തിയതല്ലേ? ആരാണ്ട് പറഞ്ഞിട്ടാണോ? അപ്പോൾ സ്വയം കണ്ടെത്തിയ ആൾക്കാർക്ക് അവർ കൊണ്ടുപോയി എഡിറ്റ് ചെയ്തതിൻ്റെ പേരിൽ അതുകൊണ്ടാണ് ഇടി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ ഫാഷിസം? എന്നാൽ പിന്നെ സിനിമ അങ്ങ് നിരോധിക്കായിരുന്നല്ലോ, അല്ലെങ്കിൽ ഈ സെൻസർ ബോർഡ് വീണ്ടും ഇത് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയാമായിരുന്നല്ലോ. ഏതെങ്കിലും BJP പിന്നെ ഇപ്പോൾ ബോംബെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത് പ്ലേ ചെയ്യുന്നുണ്ടല്ലോ, അവിടെയെല്ലാം തന്നെ BJPക്ക് വലിയ അധികാരമുണ്ടല്ലോ. സിനിമ അങ്ങ് ബാൻ ചെയ്യാമല്ലോ, ഇവിടെ പ്രദർശിപ്പിക്കേണ്ട, പ്രദർശന അനുമതി ഇല്ല എന്ന് പറയാമല്ലോ. അപ്പം അതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ സിനിമ ഇവിടെ ചെയ്തതിൻ്റെ പേരിലാണിത് എന്ന് പറയുന്നത് യാതൊരു വിധത്തിലും ലോജിക്കലല്ല. നിഷ്പക്ഷൻ സംഘിപക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ശ്രീജിത്ത് പണിക്കാരൻ സംഘി പണിക്കാരൻ ഇങ്ങനെ ഇരുന്ന് സിനിമ ഇറങ്ങിയ അന്ന് മുതൽ വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട് സംഗീസത്തിനെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ RSSകാരെ തീവ്ര ഹിന്ദുവാദികളെ ഇങ്ങനെ വെള്ളപൂശിക്കൊണ്ടിരിക്കുന്ന ഒരു നിഷ്പക്ഷ സംഘി പണിക്കാരനാണ് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ. സിനിമ ഇറങ്ങി അന്ന് മുതൽ തുടങ്ങിയതാണ്, ഇപ്പോഴും നിർത്തിയിട്ടില്ല. ഫേസ്ബുക്കായിട്ടും ചാനലുകളായിട്ടും യൂട്യൂബായിട്ടും എവിടെയൊക്കെ ഇടാൻ പറ്റുമോ അവിടെയൊക്കെ കുമ്മായം പൂശിക്കൊണ്ടിരിക്കുന്ന ഒരു പാവം നിഷ്പക്ഷൻ. എന്താ ചെയ്യലേ? എന്താണെങ്കിലും നിഷ്പക്ഷ, നിന്റെ അണ്ണാക്കിലൊക്കെയാണല്ലോ ഇന്നത്തെ പണി കിട്ടിയത് അല്ലേ? ഇന്നത്തെ പണി, അതായത് നീ വിചാരിച്ച് ഗോകുലം ഗോപാലിൻ്റെ മേലെ മാത്രം കുതിര കയറി ED അങ്ങോട്ട് പോകുന്നു. ED കുതിര കയറി പോയില്ലടാ. ED അതിനുശേഷം പൃഥ്വിരാജിനെ നോട്ടീസ് പോയി. ED അല്ല, ആദായ നികുതി വകുപ്പിൻ്റെ സൈഡിൽ നിന്ന് പൃഥ്വിരാജിനെ നോട്ടീസ് പോയി, ആൻ്റണി പെരുമ്പാവൂരെ നോട്ടീസ് പോയി, മോഹൻലാലിന് വരെ നോട്ടീസ് പോയി അല്ലേ? അപ്പം ഈ പറഞ്ഞ 4 ആൾക്കാരെ ഈ ആഴ്ച തന്നെ അങ്ങോട്ട് ED ഒലത്തണമെങ്കിൽ എന്തൊരു ഈ കാരണമല്ലേ, എന്തൊരു ഒരു ജോലിനോടുള്ള ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ്, എന്താ ഇനി പറയാം, പാഷൻ എന്നൊക്കെ പറയേണ്ടി വരും അല്ലേ? ഈ ആഴ്ച കറക്റ്റായിട്ട് ഈ 4 പേരെ വീട്ടിലോട്ട് മാത്രം നോട്ടീസും നികുതി വെട്ടിപ്പിൻ്റെ നോട്ടീസും മറ്റേ നോട്ടീസും ഒക്കെ എത്തുക എന്നുള്ളത് ഒരു വല്ലാത്തൊരു പ്രത്യേക സുഖമുള്ളൊരു കാര്യമാണ്. ഏതാണെങ്കിലും ഇതിനൊക്കെ വെളുപ്പിക്കാൻ നിൻ്റെ നിൻ്റെ നാവ് പൊന്തുന്നുണ്ടെങ്കിൽ നീ ഡെയിലി നക്കിയിട്ടാണോ ജീവിക്കുന്നത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണേ. ഇത്ര അങ്ങോട്ട് ഒരു ഇത് കാണിക്കുന്നുണ്ട്, അതിനോട്ടൊരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നതുകൊണ്ട് ചോദിച്ചു പോയതാണ്, വേറെ ഒന്നുമില്ല. നീ വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. എന്താണെങ്കിലും ഇന്ന് ഇതൊക്കെ കൊണ്ട് തന്നെ ആവാം നമ്മളെ ആൻ്റണി പെരുമ്പാവൂർ ബാക്ക് ടു ബാക്ക് പോസ്റ്റ് ഇട്ട് ഇതിൻ്റെ കണ്ണാക്കിലോട്ട് അടിച്ചു തന്നതും അല്ലടാ. ഇനി ഒരു കാര്യം ചെയ്യും, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ചാനലിലൊക്കെ പോയിരിക്കുന്ന സമയത്തെ ഈ നിഷ്പക്ഷ സാമൂഹ്യ നിരീക്ഷകൻ എന്നൊക്കെ മാറ്റിയിട്ട് BJP-ന്നോ ശ്രീജിത്ത് പണിക്കർ BJP-യുടെ വക്താവ്, അതല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ വക്താവ്, RSSൻ്റെ വക്താവ് എന്നൊക്കെ ഇട്. ഈ സാമൂഹ്യ നിരീക്ഷണമെന്നും അല്ലെങ്കിൽ ഈ നിഷ്പക്ഷവാദി ഇങ്ങനത്തെ രാഷ്ട്രീയ നിരീക്ഷകനിലൊക്കെ മാറ്റ്. പച്ചക്ക് നീ പറയുന്നില്ല, ഇനി നീ എന്തിനാ ഇതിങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്? നിഷ്പക്ഷ സംഘിവാദി, പ്ലീസ്. ഞങ്ങൾ ചോറ തിന്നത്, ചാണകമല്ല. ചില ചാണകം തിന്നുന്ന ആൾക്കാർ നിൻ്റെ ഇത് കണ്ട് കൈയടിച്ച് സാമൂഹ്യ നിരീക്ഷകൻ നമ്മുടെ ശ്രീജിത്ത് ടേട്ടൻ എന്തൊക്കെ ചെയ്തു തരുന്നത് നമുക്ക് ഒക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. കഷ്ടം. അണ്ണാക്കിലടിച്ച് കിട്ടിയപ്പോഴേ ഒരു സമാധാനമൊക്കെ വരുന്നുണ്ട് അല്ലേ? ഡേ 1 മുതൽ സിനിമ പോലും കാണാണ്ട് സിനിമക്ക് പോസ്റ്റർ കുത്തിയ, ചാപ്പ കുത്തിയ, സംഘിച്ചാപ്പ കുത്തിയവനാ നീയൊക്കെ.